ഞാൻ നിന്നെ കൊന്ന് നിന്റെ ശക്തിയെല്ലാം കവർന്നെടുക്കാൻ പോകുന്നു. ഇതിലൂടെ ഞാൻ വളരെ ശക്തിശാലിയായും മാറും. അപ്പോൾ എനിക്ക് ഈ കാട് തന്നെ ഭരിക്കാം. ഈ കഥ കേദാർനാഥിലെ ഒരു കാടിന്റേത്. ആ കാട്ടിൽ പലവിധമായ പറവകൾ, മൃഗങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നു. ആ കാട്ടിലുള്ള ഒരു വലിയ മരത്തിൽ ചുരുളി എന്ന കുരുവിയും മറ്റു കുരുവികളും ജീവിച്ചുകൊണ്ടിരുന്നു. ചുരുളിക്കുരുവി വളരെ നല്ല ശബ്ദത്തിൽ പാട്ടുപാടിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് പാട്ടുപാടിയാൽ അവിടെയുള്ള പറവകൾ, മൃഗങ്ങൾ എല്ലാവരും സന്തോഷപ്പെടും. എല്ലാവരും അവൾ പാട്ടുപാടുന്നത് കണ്ട് അവളെ അഭിനന്ദിക്കും. ഹേ ചുരുളിക്കുരുവി, നീ എത്ര മനോഹരമായി പാട്ടുപാടുന്നു. അവിടെ നോക്ക്, നിന്റെ പാട്ട് കേൾക്കാൻ എത്ര പേർ കൂട്ടമായി വന്നു. നിന്റെ ശബ്ദത്തിൽ എന്തോ ഒരു മഹിമയുണ്ട്. അത് കേട്ടാൽ എല്ലാവർക്കും വന്ന അസുഖം ഭേദമാകും. ആഹാ, തീർച്ചയായും അവൾക്ക് പകരം വേറെ ആരുമില്ല. അവൾ ശരിക്കും നല്ല മനോഹരമായ പാട്ടാണ് പാടുന്നേ. ഒരു ദിവസം ചുരുളിക്കുരുവി കാട് ചുറ്റിക്കണ്ടുകൊണ്ടിരുന്നു. കുറച്ചുനേരം പറന്നുപോയതിനു ശേഷം അതൊരു മരം കണ്ടു. അത് ആ മരത്തിൽ ചെന്ന് ഇരുന്നു. അപ്പതിരുന്ന ചില്ലയുടെ മുകളിലത്തെ ചില്ലയിൽ ഒരു കാക്ക സുഖമില്ലാതായിരുന്നു. അതിന് എത്രയ്ക്ക് സുഖമില്ലെങ്കിൽ അതിന് പറക്കാൻ പോലും വയ്യ. അപ്പോ ചുരുളിക്കുരുവി പറഞ്ഞു, ഈ കാലാവസ്ഥ എത്ര മനോഹരമാണ്. അങ്ങനെ പറഞ്ഞ് അവൾ പാട്ട് പാടാൻ തുടങ്ങി. ചുരുളിക്കുരുവി അങ്ങനെ പാടാൻ തുടങ്ങിയതും ആ കാക്കയ്ക്ക് ജീവൻ വന്ന പോലായി. അതിന്റെ ആരോഗ്യം പെട്ടെന്ന് ഭേദമായി, ആദ്യത്തെ പോലെ. അപ്പ ആ കാക്ക ഒരുപാട് ആശ്ചര്യപ്പെട്ടു. പിന്നെ ആലോചിച്ചു, അയ്യോ, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇതിന്റെ ശബ്ദത്തിന് എന്തെങ്കിലും മാന്ത്രിക ശക്തിയുണ്ടോ? ഇത് കേട്ടതും എനിക്ക് ഭേദമായല്ലോ. അപ്പോ കാക്ക ചുരുളിക്കുരുവിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നീ എന്ത് മധുരമായ ശബ്ദത്തിലാണ് പാടുന്നത്. നിന്റെ ശബ്ദത്തിന് എന്തെങ്കിലും മാന്ത്രിക ശക്തിയുണ്ടോ? ഒരുപാട് നാളായി എനിക്ക് അസുഖമായിരുന്നു. എന്നാൽ നിന്റെ ശബ്ദം കേട്ടതും എന്റെ അസുഖം പൂർണ്ണമായും ഭേദമായി. ആഹാ, അതെയോ? പക്ഷേ ഇതൊക്കെ ഞാൻ പാട്ട് പാടിയ കൊണ്ടായില്ല. നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടാകും. ആ, ചിലപ്പോൾ അങ്ങനെയും ആയിരിക്കാം. എന്നാലും നിങ്ങൾ നന്നായി പാടുന്നുണ്ട്. ചുരുളിക്കുരുവിക്ക് വിശ്വാസം വന്നതേയില്ല അവളുടെ പാട്ട് കേട്ട് എല്ലാവരുടെയും അസുഖം ഭേദമായി എന്ന്. കുറച്ചു നേരത്തിൽ വൈകുന്നേരവുമായി ചട്കലിക്കുരുവി ആകാശത്ത് പറന്നുകൊണ്ടേയിരുന്നു. അപ്പോ പെട്ടെന്നൊരു പരുന്ത് ആ കുരുവി ആക്രമിക്കാൻ തുടങ്ങി. അതിലതിന്റെ കാലൊടിഞ്ഞു. അതൊരു മരത്തിനടിയിൽ വന്ന് വീണു. അതേ മരത്തിൽ ചുരുളിക്കുരുവി ഇരുന്നു കൊണ്ട് മനോഹരമായ ശബ്ദത്തിൽ പാടിക്കൊണ്ടിരുന്നു. അപ്പൊ ചുരുളിക്കുരുവിയുടെ ആ പാട്ട് കേട്ടതും ചട്കലിക്കുരുവിയുടെ ഒടിഞ്ഞു പോയ കാലം ശരിയായി. അപ്പോ ചട്കലിക്കുരുവി പറഞ്ഞു, ചുരുളിക്കുരുവി, നിന്റെ മനോഹരമായ മധുര ശബ്ദം കേട്ട് എന്റെ ഒടിഞ്ഞ കാല് ശരിയായി. നീ ഒരു മാന്ത്രിക കുരുവിയാ. നിന്റെ ശബ്ദത്തിൽ എന്തൊരു മാന്ത്രികതയുണ്ട്. എനിക്കറിയില്ല ഞാനൊരു മാന്ത്രിക കുരുവിയാണെന്ന്. പക്ഷെ ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ, സുഖമില്ലാതിരുന്ന ഒരു കാക്ക എന്റെ പാട്ട് കേട്ട് ഭേദമായി. പക്ഷെ അപ്പോഴേ എനിക്ക് വിശ്വാസം വന്നില്ല എന്റെ അടുത്ത് ഒരു മാന്ത്രിക ശക്തിയുണ്ടെന്ന്. ആ, നിന്റെ അടുത്തൊരു മാന്ത്രിക ശക്തിയുണ്ട്. അതുമൂലം സുഖമില്ലാത്ത എല്ലാവരെയും നിനക്ക് രക്ഷിക്കാൻ കഴിയും. ഞാൻ എന്റെ ഈ ശക്തി എല്ലാവർക്കു വേണ്ടിയും പ്രയോജനപ്പെടുത്താം. എല്ലാവരെയും സൗജന്യമായി ചികിത്സിക്കാം. ഈ ശക്തിയെ ഞാൻ മോശമായ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കില്ല. കാട്ടിൽ ചില മൃഗങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ചുരുളിയെ കണ്ടാലേ ഇഷ്ടമല്ല. നട്ട്കട്ട് കുരങ്ങിന് ചുരുളിയെ കണ്ടാലേ ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം നട്ട്കട്ട് കുരങ്ങിന് ആരോഗ്യം മോശമായി. അപ്പോൾ നട്ട്കട്ട് കുരങ്ങൻ ചുരുളിക്കുരുവിയോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് ഭേദമാക്കുമെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ മധുരമായ ശബ്ദം കൊണ്ട് ഒരു സുന്ദരമായ ഗാനം പാടി നിങ്ങൾക്ക് എന്നെയും ഭേദമാക്കാൻ പറ്റുമോ? ഞാൻ നിന്റെ അസുഖം ഇപ്പൊ തന്നെ ഭേദമാക്കും നോക്ക്. ചുരുളിക്കുരുവി പാട്ടുപാടാൻ തുടങ്ങിയതും അപ്പോൾ നട്ട്കട്ട് കുരങ്ങൻ ഉടനെ അത് കൈകൊണ്ട് ചുരുളിയെ പിടിച്ചു. നീ എന്തിനാ നിന്റെ കൈകൊണ്ട് പിടിച്ചത്? എന്നെ വിട്. ഞാൻ നിന്നെ കൊന്ന് നിന്റെ ശക്തിയെല്ലാം കവർന്നെടുക്കാൻ പോകുന്നു. ഇതിലൂടെ ഞാൻ വളരെ ശക്തിശാലിയായും മാറും. അപ്പോൾ എനിക്ക് ഈ കാട് തന്നെ ഭരിക്കാം. അപ്പൊ ചുരുളിക്കുരുവി ശ്രദ്ധിച്ചു, നട്ട്കട്ട് കുരങ്ങന്റെ പിന്നിൽ ഒരു കരടി അതിനെ കൊല്ലാൻ വന്നുകൊണ്ടിരുന്നു. നിന്റെ പിന്നിൽ ഒരു കരടി വരുന്നു. നിന്നെ കൊല്ലാനായി. നീ മിണ്ടാതെ അടുത്തുള്ള കാട്ടിൽ പോയി ഒളിഞ്ഞു. ഞാൻ നിന്നെ രക്ഷിക്കാം.
ഇതുപോലെ ചുരുളിക്കുരുവി നട്ട്കട്ട് കുരങ്ങന്റെ ജീവൻ രക്ഷിച്ചു. നീ എത്ര നല്ല കുരുവിയാ. ഞാൻ നിന്നെ കൊല്ലാൻ വന്നിട്ട് പോലും ഇപ്പോൾ നീ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. എനിക്കറിയാം നിനക്കെന്നെ കണ്ടാല് വെറുപ്പാണെന്ന്. പക്ഷെ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ എല്ലാവരെയും സഹായിക്കും, എല്ലാവരുടെ അസുഖവും ഭേദമാക്കും. ഇതാണ് എന്റെ കടമ. സുരേലിക്കുരുവിയെ, ഞാൻ എന്നും നിന്നോട് നന്ദിയുള്ളവനായിരിക്കും. നീ എന്റെ രോഗം ഭേദപ്പെടുത്തി എന്റെ ജീവൻ തന്നെ രക്ഷിച്ചു. നീ എന്റെ കൂട്ടുകാരനാകുമോ? ഉറപ്പായും ഞാൻ എന്നും നിന്റെ ചങ്ങാതിയായിരിക്കും. ഇത് ഞാൻ എന്റെ ഭാഗ്യമായി കരുതുന്നു. അന്നു മുതൽ ചുരുളിക്കുരുവിയും നട്ട്കട്ട് കുരങ്ങും നല്ല സുഹൃത്തുക്കളായി. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിച്ചുവെന്നോ? ആരെങ്കിലും നമ്മളോട് ഇത്ര മോശമായി പെരുമാറിയാലും ശരി, അവരോടും നമ്മൾ തിരിച്ച് മോശമായി പെരുമാറണമെന്ന് ഒരാവശ്യവും ഇല്ല. ആഹാ, വളരെ നന്നായിട്ടുണ്ട്. എന്റെ ഭർത്താവ് ഇത് മരത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നു അറിയില്ല. ഇതിന്റെ രുചി വളരെ നന്നായിട്ടുണ്ട്. പക്ഷിറാണി, നിങ്ങൾ എന്താണ് ഭക്ഷിക്കുന്നത്? എനിക്കും നല്ലതുപോലെ വിശക്കുന്നു. എനിക്കും കുറച്ച് തരുമോ? ഇത് രാത്രി ഉണ്ടാക്കിയ ഭക്ഷണമാണ്. ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇതേയുള്ളൂ. വേണമെങ്കിൽ കഴിക്കൂ, അല്ലെങ്കിൽ വിട്ടോളൂ. ഒരു ആൽമരത്തിൽ ആൺകുരുവി പെൺകുരുവിയും ഭാര്യ ഭർത്താവായിരുന്നു. അവർക്ക് ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. പെൺകുരുവി ഗർഭിണിയാണ്. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. അതേ മരത്തിലാണ് ഒരു പരുന്ത് ജീവിച്ചിരുന്നത്. അതിന്റെ ഒരു ചിറക് നല്ലതായിരുന്നു. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് രണ്ടാമത്തെ ചിറക് വെട്ടിയിട്ടുണ്ട്. സുഖമാണോ പക്ഷിറാണി? രണ്ടുപേരും വിളയിൽ പോകുവാണോ? ശരി, മതി. ഞാൻ തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എവിടെങ്കിലും പോയാൽ എവിടെ പോകുന്നെന്ന് ചോദിക്കരുതെന്ന്. അങ്ങനെ ചോദിച്ചാൽ പോകുന്ന ഒരു കാര്യവും നടക്കില്ല. അയ്യോ പരുന്ത് ചേട്ടാ, നിങ്ങൾക്ക് എന്താ? ഞങ്ങൾ എവിടെ പോയാ എന്താ? നിങ്ങൾക്ക് ഈ മരം വെട്ടി എവിടെ വരാൻ പറ്റില്ല. ഞങ്ങൾ എവിടെ പോയാ നിങ്ങൾക്ക് എന്താ? നിന്നെ നോക്കുന്നത് പോലും ഞങ്ങളല്ലേ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങോട്ടോ പുറപ്പെട്ടതല്ലേ? അതുകൊണ്ടാ നിങ്ങൾ എവിടെ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട്. ദൈവം എന്നും നിങ്ങളെ ഇങ്ങനെ തന്നെ നോക്കട്ടെ. ഒരുപാട് നന്ദി. പക്ഷെ നിങ്ങൾക്കൊരു ജോഡി എപ്പോഴും വരില്ല. എന്തെന്നാൽ നിങ്ങൾക്കൊരു ചിറകില്ലല്ലോ. ആൺകുരുവി പെൺകുരുവി എപ്പോഴും പരുന്തിനോട് ഇങ്ങനെയാണ് സംസാരിക്കുക. എന്തെന്നാൽ ആ മരത്തിൽ വേറെ ആരുമില്ലാത്തത് കൊണ്ട്. അവർ രണ്ടുപേരാണ് പരുന്തിന് എന്തെങ്കിലും കൊടുക്കേണ്ടിയിരുന്നത്. ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ? കുരുവി ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്നു. ആഹാ, വളരെ നന്നായിട്ടുണ്ട്. എന്റെ ഭർത്താവ് ഇത് മരത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നു അറിയില്ല. ഇതിന്റെ രുചി വളരെ നന്നായിട്ടുണ്ട്. പക്ഷിറാണി, നിങ്ങൾ എന്താണ് ഭക്ഷിക്കുന്നത്? എനിക്കും നല്ലതുപോലെ വിശക്കുന്നു. എനിക്കും കുറച്ച് തരുമോ? ഈ പരുന്തിന്റെ കണ്ണ് എപ്പോഴും എന്റെ മേലാണ്. അതിനറിയില്ലേ ഞാൻ ഗർഭിണിയാണെന്ന്. എപ്പോ നോക്കിയാലും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ കണ്ണുവെക്കും. എന്തുപറ്റി? ഇന്ന് ഒന്നും ചെയ്തില്ലേ? കൊണ്ടുവരാൻ നിക്ക്. കുരുവി രാത്രി ഉണ്ടാക്കിയ ഭക്ഷണം പരുന്തിനായി കൊണ്ടുപോയി. പരുന്തിന് ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ഉടനെ അതിന് മനസ്സിലായി അത് പഴയ ഭക്ഷണമാണെന്ന്. ഇത് രാത്രി ഉണ്ടാക്കിയ ഭക്ഷണമാണ്. ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇതേയുള്ളൂ. വേണമെങ്കിൽ കഴിക്കൂ, അല്ലെങ്കിൽ വിട്ടോളൂ. ദിവസവും രാത്രി ബാക്കി വന്നതാ നിങ്ങൾ തരുന്നത്. എന്നാൽ നിങ്ങൾ മാത്രം നല്ല ഭക്ഷണം കഴിക്കുന്നു. എനിക്കും ഇന്ന് നല്ല ഭക്ഷണം വേണം. എനിക്കും കഴിക്കാൻ എന്തെങ്കിലും തരൂ. ഇവിടെ തന്നെ ഇരുന്ന് എന്തിനാ എന്റെ ജീവൻ എടുക്കുന്നേ? നിനക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഈ മരത്തിൽ മാത്രമേ നീ ഇരിക്കുന്നുള്ളൂ. ഭക്ഷണം കൊടുത്താ അതിനും എന്തെങ്കിലും പറയും. എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഭക്ഷണമാണിത്. അത് ഞാൻ നിനക്ക് വേണ്ടി തരണോ? നിനക്കിത് വേണമെങ്കിൽ കഴിക്ക്. പരുന്തൊന്നും മിണ്ടാതെ കേടുവന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ദിവസവും ആ കുരുവി പരുന്തിനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. പാവം ആ കഴുകിനെ എന്തു ചെയ്യാൻ കഴിയും? അതിന് പറക്കാനും കഴിയില്ല. ദിവസവും അതിന് വേണ്ട ഭക്ഷണം പോലും അതിന് കൊണ്ടുവന്ന് കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് ആ കുരുവി എന്ത് ചീത്ത പറഞ്ഞാലും അത് കേട്ടുകൊണ്ടേയിരിക്കും. അതിന് മറുപടി പോലും പറയില്ല. ദൈവമേ, താങ്കൾ എനിക്ക് ജീവൻ നൽകി. അതിന്റെ കൂടെ എന്തിനു ദുരിതവും തരുന്നു?
ആരെയും സഹായിക്കാൻ കഴിയാതെ ഞാൻ ജീവനോടെ ഇരുന്ന് എന്ത് പ്രയോജനം? ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി മാറി. ഈ മരത്തിൽ ഒരു പക്ഷിയും വന്ന് ഇരിക്കുന്നതേയില്ല. പക്ഷികളും എനിക്ക് ഭക്ഷണം തരുന്നതുമില്ല. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ മനസ്സിലാക്കും, എന്റെ ജീവിതം ഇങ്ങനെ തന്നെ തീരുമോ? താങ്കൾ എനിക്ക് 2 നേരത്തെ ഭക്ഷണം പോലും തരുന്നില്ല. ഒരുപക്ഷെ എനിക്കും പറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആകാശത്തിനോട് ഞാൻ സംസാരിച്ചേനെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചേനെ. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയെങ്കിലും ജീവിക്കാമായിരുന്നു. പരുന്ത് ഇങ്ങനെ സ്വയം തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ അതിന്റെ ശ്രദ്ധ മരത്തിനടിയിലെ പാമ്പിൽ ചെന്നു. ആ പാമ്പ് വളരെ ആഗ്രഹത്തോടെ ആ കൂട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഈ പക്ഷി ഗർഭിണിയാണ്. കുറച്ച് നാളുകൾക്കുള്ളിൽ മുട്ടയും ഇടും. അപ്പോൾ ഞാൻ ആ മുട്ടയും കഴിക്കും. പക്ഷികളുടെ മുട്ട കഴിച്ചിട്ട് ഒരുപാട് നാളായി. പാമ്പ് സംസാരിക്കുന്നത് പരുന്ത് കേട്ടു. കുറച്ചു ദിവസം കഴിഞ്ഞ് കുരുവി 2 മുട്ട ഇട്ടു. ഭാര്യ ഭർത്താവ് 2 പേരും സന്തോഷത്തോടെ ഇരുന്നു. ഒരു ദിവസം പെൺകുരുവിക്ക് സുഖമില്ലാതായി. അതുകൊണ്ട് ആൺകുരുവി അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കി. ആ, നിനക്ക് ചെയ്യാൻ ഇവിടെ ഒരു ജോലിയുമില്ല. എന്റെ ഭാര്യയെ ഡോക്ടറിന്റെ അടുത്ത് കാണിച്ചിട്ട് ഞാൻ വരുന്നത് വരെ നീ എന്റെ മുട്ട നോക്കിക്കോ. താങ്കൾ പേടിക്കാതെ പോയിട്ട് വരൂ. താങ്കളുടെ മുട്ട ഞാൻ ഭദ്രമായി നോക്കിക്കോളാം. 2 പേരും പറന്നുപോയി. മുട്ട അവിടെ തന്നെയായിരുന്നു. പാമ്പ് ഈ സന്ദർഭത്തിനാണ് കാത്തിരുന്നത്. നന്നായി. പക്ഷി 2 മുട്ട ഇട്ടിട്ടുണ്ട്. വയറ് നിറയെ ഞാനത് തിന്നാൻ പോകുക. ഇപ്പോൾ ആ മുട്ട എൻ്റെ ഭക്ഷണമാ. എന്നാൽ മുകളിൽ ആ കഴുകനുണ്ടല്ലോ. ഈ കഴുകൻ നമ്മളെ എന്ത് ചെയ്യാനാണ്? ഇതിനെ കൊണ്ട് പറക്കാൻ പോലും പറ്റില്ല. ഇതിനോട് ആ പക്ഷി മുട്ട ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് പോയിരിക്കുന്നു. മണ്ടൻ പക്ഷി. പാമ്പ് ആ മരത്തിൽ കയറിക്കൊണ്ടിരുന്നു. അപ്പൊ പരുന്ത് അത് കണ്ടു. നീ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്ക്. ഇതെന്റെ ആജ്ഞയാണ്. മുൻപിലേക്ക് വരരുത്. നീ ആരാണെന്ന നിന്റെ വിചാരം? എന്നോട് ആജ്ഞാപിക്കുന്നു. ഇത് നല്ല തമാശയാ. നിന്നെ കൊണ്ട് നേരെ പറക്കാൻ പോലും പറ്റില്ല. നീ ഇനി ഒരല്പം മുൻപിൽ വന്നാൽ പോലും നിനക്ക് അത് നല്ലതിനല്ല. ഞാൻ ആ പക്ഷിയുടെ മുട്ട തിന്നാൻ പോകുക. എന്നെ ആര് തടയുന്നെന്നൊന്ന് നോക്കട്ടെ. ഈ പക്ഷിയുടെ മുട്ടകളിൽ തൊടാൻ നിനക്ക് എന്നെ മറികടന്ന് പോകേണ്ടി വരും. ഓഹോ, നീ എന്നോട് തന്നെ വാശി വെക്കുന്നോ? പാമ്പ് പരുന്തിനെ കുറിച്ച് ചിന്തിക്കാതെ മരത്തിൽ കയറി പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ആ പാമ്പ് നേരെ മുകളിൽ ചെന്നതും പരുന്ത് അതിന്റെ കൈകൊണ്ട് ആ പാമ്പിനെ പിടിച്ചു. അത് ഇത്ര മുറുക്കെ പിടിച്ചെന്നോ പാമ്പിന് സ്വയം രക്ഷപ്പെടുത്താൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴേക്കും ആൺകുരുവി പെൺകുരുവി 2 പേരും വന്നു. ഈ പാമ്പ് ഇവിടെ എങ്ങനെ വന്നു? എന്റെ കുട്ടികൾക്ക് കുഴപ്പമില്ലല്ലോ. പോകൂ, പോയി നിങ്ങളുടെ മുട്ട സംരക്ഷിക്കൂ. ഈ പാമ്പിന്റെ കാര്യം ഞാൻ ഏറ്റു. വേഗം പോകൂ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മുട്ട കഴിക്കും. കുരുവിയും ആ പരുന്തിനെ സഹായിച്ച് 2 പേരും ചേർന്ന് പാമ്പിനെ അമർത്തി. പാമ്പിന് പരിക്കേറ്റ് അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ഓടിപ്പോയി. പെൺകുരുവി മുട്ട കണ്ട് ഒരുപാട് സന്തോഷിച്ചു. പരുന്ത് കാരണമാണ് കുട്ടികൾ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കി. പരുന്ത് ചേട്ടാ, ഇന്ന് എന്റെ കുട്ടികളെ നിങ്ങളാണ് രക്ഷിച്ചത്. ഞാൻ ഇതുവരെ നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവനെ കുറിച്ച് ചിന്തിക്കാതെ പാമ്പോട് പോരാടി എന്റെ കുട്ടികളെ രക്ഷിച്ചു. നിങ്ങളുടെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. കഴുകൻ ചേട്ടാ, എന്നോട് താങ്കൾ ക്ഷമിക്കൂ. പാവം, താങ്കളെ ഞങ്ങൾ അറിയാതെ ഒരുപാട് വഴക്കു പറഞ്ഞു. നിങ്ങൾ ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുന്നെന്ന് ഞങ്ങൾ കരുതി. വഴക്കു പറഞ്ഞിട്ടും നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു. അയ്യോ, ഇതെന്റെ കടമയാണ്. ഇപ്പൊ പെൺകുരുവി ആൺകുരുവി 2 പേരും പരുന്തിനെ നന്നായി നോക്കി. പിന്നെ അവർ 2 പേരും അതിനോട് സന്തോഷമായി സംസാരിച്ചു. ആ 3 പേര് സന്തോഷത്തോടെ ആൽമരത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നു.